കുട്ടി ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇത്രയും വലിയ കൊച്ചിന്റെ തന്തയാണോ നിങ്ങള്? ഒരു ഭാര്യയും കൊച്ചിനെ വെച്ചിട്ടാണോ സിറ്റിയിലെ പെമ്പിള്ളാരെ വളയ്ക്കാൻ നടക്കുന്നത്? ബ്ലഡി ഞാനാണ് നിന്റെ തന്ത, നീ എന്റെ തന്തയാവല്ലേ ഇടയ്ക്ക് ഇറക്കി കയറി. അതായത് അവനെ ദത്തെടുത്തപ്പോഴത്തേക്ക് അവന്റെ ഒരു സേവിങ്സ് ആയിട്ട് കുറച്ച് കാശുണ്ടായിരുന്നു. അവൻ എന്നാച്ചാന്ന് വിളിച്ചോളാം പറ. ആ 100 സീർ എനിക്ക് വന്നേക്ക്. അതിന്റെ ചേച്ചി അവള് സെറ്റ് ആക്കിയില്ലേ? ചേച്ചി നിന്റെ അവള് അളിയനോട് പരാതി പറയണെങ്കിൽ അവള് സെറ്റ് ആയെന്നാണ് അർത്ഥം. നിന്റെ ചേച്ചിയാണ്. അവള് എന്തൊരു വലിയ എനിക്ക് ഇതിന്റെ മോൻ നടപ്പ്. മുടിഞ്ഞു പോലെ ഇവനാണ് കള്ളും കഞ്ചാവും ഇങ്ങോട്ട് വാടാ. ഇത്രയും വലിയ കൊച്ചിന്റെ തന്തയാണോ നിങ്ങള്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. അച്ഛോ അച്ഛോ ഇപ്പൊ വരാം. അച്ഛോ ഒറ്റ സെക്കൻഡ് ഈ കുട്ടിയെടുത്ത് കാര്യം വേണ്ടി പോരാ. കുഞ്ഞാടെ ആ സൂര്യബോസിന്റെ ഷർട്ടിൽ ആ ഇത്രയും വലിയ കൊച്ചിനെ വെച്ചിട്ടാണോ? എടാ ഞാൻ ഇപ്പൊ സീരിയസ് സംസാരിക്കാം. ഇപ്പൊ വരാം. ഞാൻ ചന്ദ്ര അളിയന്റെ സ്വന്തം മോൻ എന്തോ പറയാനുണ്ടോ അളിയനോട്? ഇപ്പൊ വരാം. ഇപ്പൊ വരാം. അളിയന്റെ പ്രിയപ്പെട്ട മോൻ അളിയനോട് എന്തോ പറയാനുണ്ടെന്ന്. ആ കുട്ടി അച്ഛനാ ചന്ദ്രന്റെ മോന. ഇപ്പൊ സംസാരിക്കാം. ഇത് നീ എന്തിനാ ഇതൊക്കെ അറിയണേ? ഇതൊക്കെ എന്തിനാ അറിയണ സൂര്യ? അമ്മ 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 ഇപ്പൊ വരൂന്നാണോ തമിഴ് പറഞ്ഞേ? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. അമ്മയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അമ്മ അങ്ങോട്ട് വന്നേ ഒരു കാര്യം. എടാ നീ ഒന്ന് ആ കുഞ്ഞിനെ വിളിച്ചിട്ട് പോയി. ഞാൻ സംസാരിക്കട്ടെ. ഇപ്പൊ വരാം. അളിയ കൊച്ചിനെ അളിയ മകനെയൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കാണിക്കൽ. നേരെ ഇത്രയും വലിയ മോനുണ്ടായോ? അതാണ് ഞാൻ പറയാൻ വന്നത്. അതോ കൊച്ചിന്റെ അമ്മ എന്തിയെ? കൊച്ചിന്റെ അമ്മയൊന്നുമില്ല. ഞാനൊരു ഓർഫനാണ്. അമ്മ വരൂന്ന് പറഞ്ഞു. ഞാനൊരു ഓർഫനാണ്. അല്ലേ? ഞാനൊരു ഓർഫനാണ്. അല്ല എനിക്കറിയില്ല. ഞാനിന്ന് ആദ്യമായിട്ടാ കാണുന്നത്. കുട്ടി ഇതിനു മുന്നേ സിറ്റി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല ഇപ്പൊ വേണോ വന്നേ? ഞാൻ പുതിയതാ. അല്ല ഞാൻ അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ സമയം എടുക്കും. അതോ പോയത് സൂര്യ. അവൻ തമിഴിലല്ല സംസാരിച്ചേ. അവൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറിയിൽ വന്നേ ഇവിടെ വന്ന് ഇറങ്ങിയതാ. അപ്പൊ അവനാണെങ്കിൽ എല്ലാരും ചോദിക്കും അവന്റെ അടുത്ത് ആരാ ഉള്ള ഇവിടെ. അപ്പൊ അവൻ അറിഞ്ഞൂടാ. അവൻ എങ്ങനെയോ അവനെ ഉപേക്ഷിച്ചതാരോ കുഞ്ഞിലെ. അപ്പൊ അവനെ കിട്ടിയത് എന്റെ കയ്യില. അപ്പൊ ഞാനൊരു ഓർഫൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ അനാഥ മീൻസ് ആ ഒരു വേദന മനസ്സിലാവും. ഈ ഓർഫണായിട്ട് ജീവിച്ച് വളർന്നു വന്നതിന്റെ വേദന മനസ്സിലാവും. അപ്പൊ ഞാൻ അതുകൊണ്ട് അവനെ ഓർഫണായിട്ട് ദത്തെടുത്തു. അപ്പൊ അതൊരു തെറ്റാണെങ്കിൽ എനിക്ക് ഒന്നും പറയില്ല. അപ്പൊ ഓർഫൺ കൊച്ചിന് എങ്ങനെ അമ്മ വന്നത്? അമ്മയില്ല. അതാണ് അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു അമ്മയുണ്ട്. അപ്പൊ അവനിങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ വിതുമ്പയാണ് അവൻ. അപ്പൊ അവനിങ്ങനെ ഒരു അമ്മയെ വേണം എന്നിങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അല്ല എനിക്ക് അലീന എന്റെ എക്സ് ഗേൾ ഫ്രണ്ടാ. അത് മാറ്റിയായിരുന്നോ? പള്ളിയിൽ വന്നിട്ട് മാറ്റിയായിരുന്നോ? അത് ഗേൾ ഫ്രണ്ടിന്റെ ഒക്കെ നമ്മള് എഴുതിയൊക്കെ വെക്കാറുണ്ടോ അച്ഛാ? അമ്മയാന്നല്ലയോ പറയുന്നത്? കൊച്ചിന്റെ അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരെന്നാ? കേക്കുന്നേ ചന്ദ്രൻ അവിടെ നിന്നേ. എന്നാ ഇത് കേക്കുന്നേ? അങ്കിളിന് വേണ്ടപ്പെട്ട ആന്റി അതല്ലേ? അതെ ഭാര്യയും കൊച്ചിനെ വെച്ചിട്ടാണോ സിറ്റിയിലെ പെമ്പിള്ളാരെ വളയ്ക്കാൻ നടക്കുന്നത്? ബ്ലഡി ഫുൾ. ചന്ദ്രൻ എന്ത് ഭയങ്കര ഒരു ബാഡ് ഇമ്പാക്ട്. കുട്ടി അങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വാസം. നമ്മള് ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. എല്ലാരും കൂടി വന്നിട്ട് അലമ്പാക്കും അങ്ങോട്ട്. അച്ഛന്റെ അരി വാച്ചരാ കടയിലോട്ട് പള്ളിയിലോട്ട് അരി വാച്ചരാ ഞാൻ കേട്ടാ. അരി മാത്രം പോരാ. ഇപ്പം ഇവിടെ ഈ മറ്റേ സെമിത്തേരിയിൽ വന്ന് വണ്ടി കേട്ടിട്ടില്ലയോ? അതിന് ഫൈൻ അടക്കണം കേട്ടോ. ഫൈൻ അടക്കാം. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ തന്നെ വേണം. ഒന്ന് വരാവോ? ചന്ദ്രൻ എടാ നീ എന്തൊക്കെയാടാ പറയുന്നത്?
ഇനി 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 എനിക്ക് മോന്റെ കാര്യം നീയോടൊപ്പം മോനെ വണ്ടി എടുത്ത് പോയേക്കണം കേട്ടോ, നമ്മള് പോവാ. ഞാൻ കാര്യം ചെയ്യട്ടാ, ഒന്ന് ഒറ്റ മിനിറ്റ് ഇങ്ങോട്ടൊന്നടാ. സൂര്യ ഇങ്ങോട്ടൊന്നടാ, സൂര്യ ഇങ്ങോട്ടൊന്നടാ. നിന്നെ ആരാ ദത്തെടുത്തെ? നിന്നെ ആരാ ദത്തെടുത്ത? നിന്നെ നിന്റെ അമ്മയുടെ ദത്തെടുത്ത? ഞാനാടാ ദത്തെടുത്തെ? നീ ഞാനാണോ നിന്റെ തന്ത എന്ന് പറഞ്ഞത്? ആണോ അല്ലേ? നീ ഒരു പറയണ്ട മോനെ. നീ ഞാൻ എന്റെ സ്വഭാവം മാറ്റിക്കില്ലേ വല്ലത്. നീയേ നീ 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 എന്റെ തന്തയാവും നിക്കല്ലേ കേട്ടാ. ഞാനാണ് നിന്റെ തന്ത, നീ എന്റെ തന്തയാവല്ലേ? ഇടയ്ക്ക് ഇറക്കി കയറി പാട്ട് കഴിവേറി പോടാ. 40 പിള്ളേർ, ഞാനൊരു 40 പേരെ ദത്തെടുക്കും. 40 പേരെ നിനക്ക് എന്തായാലും ചെയ്യാണ്ടാ? എന്താ അതെ, എനിക്ക് റാമും മുഖ്യം എന്താ നീ മുഖ്യം. നിനക്കെന്തോ നിനക്ക് നിന്നെ മാത്രം സ്നേഹിക്കണം, നിനക്കെന്തോ വാശിയുണ്ടോ നിനക്ക്? എന്താ ഇതെന്ത് പറയും? ഇതൊന്നും പറ്റൂല എനിക്ക്. എനിക്ക് കുറെ പേരെ ദത്തെടുക്കണം. എനിക്ക് കുറെ പേരെ ഇങ്ങനെ പിള്ളേരായിട്ട് എടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ ദത്തെടുത്ത് പണ്ട് സൂരജ് അച്ഛൻ ഞങ്ങളെ വളർത്തിയതുപോലെ എനിക്കൊരു അനാഥാലയൊക്കെ തുടങ്ങി അവിടുത്തെ അവിടുത്തെ മറ്റേ അവിടുത്തെ മെയിൻ ആളായിട്ട് ഇങ്ങനെ ഇരിക്കണം, വാർഡനായിട്ട്. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഇതൊക്കെ എന്താ ഇത്? എനിക്ക് ഒരാളെ ദത്തെടുക്കാനേ പറ്റത്തുള്ളൂ. ഇതെന്ത് ശല്യം? അപ്പൊ നാളെ എനിക്ക് കൊച്ചായാലേ? കാശൊന്നും വേണ്ട. നീ നേരെ നമ്മൾ ഒലിപ്പിക്കണം. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ കൊന്നാലോ അവനെ കൊല്ലണോ? എന്താ പറഞ്ഞ? എനിക്ക് 2 പേര് വേണോടെ. എന്താ അത് വേണ്ടേ? അതെന്ത് വേണ്ടത്തെ? അത് കുഴപ്പമെന്ത്? അത് കുഴപ്പമെന്ത്? അതിന് നിനക്ക് അതിനെന്താ പ്രശ്നം? ഇവിടെ ആർക്ക് പ്രശ്നം? ഇവിടെ അതെ, ഞാൻ ഇനി 2 പേരെ കൂടി ദത്തെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കെല്ലാം ഇങ്ങനെ പറ്റൂല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതെന്ത് ചന്ദ്ര 56 വയസ്സുള്ള മുതിർന്നവരെ അളിയാന്നുള്ളോ? 56 വയസ്സാണ് അതിന്റെ തന്ത. അച്ഛന് വയസ്സായെന്ന് പറയുന്നേ. 56 വയസ്സെന്നല്ലേ പറഞ്ഞ ചന്ദ്രന് നേരത്തെ? അച്ഛനാണ് 56 വയസ്സായത്. ചന്ദ്രൻ 24 കുട്ടി വന്നേ സംസാരിക്കണം. വന്നേ അള്ളി സംസാരിക്കണം. വാ. അതെ, ഈ അലീന എന്ന് പറഞ്ഞ ആള്, അലീന ജോണും ഞാനും ഞങ്ങള് ഞാൻ പറഞ്ഞു കൊടുക്ക. അലീന ജോണും ചന്ദ്രൻ പറഞ്ഞ പണ്ട് തൊട്ടേ പ്രേമിച്ച് നടന്ന ഒരു എന്താ പറയാ ഒരു ലവ് കപ്പിൾസ് ആയിരുന്നു. ഇവരൊരു 7 വർഷം പ്രേമിച്ചു. എന്നോട് പറഞ്ഞു കൊച്ചിനെ തൽക്കാലം അല്ല ഭാര്യനെ കുറച്ചു നാളത്തേക്ക് സിറ്റിന്ന് മാറ്റി നിർത്തിയിട്ട് കൊച്ചിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അല്ല, ചന്ദ്രന്റെ ഭാര്യയെ കുറച്ചു നാള് സിറ്റിന്ന് മാറ്റി നിർത്തി. ആ സമയത്ത് കൊച്ചിനെ നോക്കാൻ ആരില്ലാത്തോണ്ട് ഓർഫനേജിലാക്കിയിട്ട് എനിക്ക് ഭാര്യയൊന്നുമില്ല. ഇതൊക്കെ ആരാ പറയുന്ന കുട്ടിയുടെ അടുത്ത്? അവന്റെ പേരെന്താ? അവന്റെ എന്റെ പൊന്നു കുട്ടി,
ഞാൻ ദേ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരാള് കള്ളം പറയാൻ തോന്നുന്നുണ്ടോ? ഞാനൊരു ഇത് സെമിത്തേരിയാ. പള്ളിയല്ലേ ഇതോ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. കുട്ടി ഞാൻ സിംഗിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാ. കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷെ കുറച്ചാൾ മുന്നേ വരെ ഒരു കല്യാണത്തിലോട്ട് പോണതിന്റെ വഴിക്ക് കുറെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ റിലേഷനിൽ ഉണ്ടായി. അങ്ങനെ ഞങ്ങള് അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് മ്യൂച്വലി ഞങ്ങൾ തീരുമാനമെടുത്ത് ഞങ്ങള് കൊച്ചു ഇതൊട്ട് ബന്ധപ്പെടുന്ന കാര്യമില്ലല്ലോ. കൊച്ചു അടിനെ പ്രസവിച്ചല്ലോ. എത്രത്തല്ലേ ഇവനെ ഞാൻ. അപ്പൊ അലീനെ പ്രസവിച്ചതാ ചന്ദ്രന്റെ സെയിം ബ്ലഡാ പറഞ്ഞു. ആര് പറഞ്ഞു? നിന്റെ തന്തയാടാ പ്രസവിച്ചത് നീക. അളിയ കുട്ടി ഇങ്ങ വന്നേ. നീ എങ്ങ് വരെ? അല്ല അല്ല ചന്ദ്രൻ അത് അല്ല അത് സത്യല്ലല്ലോ ചന്ദ്രൻ. ഇപ്പൊ നമ്മള് പുറത്ത് അങ്ങനെയല്ലേ പറഞ്ഞേ. ആ സൂര്യ അല്ല ഇപ്പൊ അവനെ സെർച്ച് ചെയ്യണം. സൂര്യ വന്നേ, നമ്മളിന്ന് സെർച്ച് ചെയ്തത് നിന്നെ വന്നേ. ചന്ദ്രൻ പറഞ്ഞത് ശരിയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അത്. മാറിക്ക ഭയങ്കര ശല്യം ഇവിടെ. കൂടെ കൊണ്ടു നടന്ന് ഊഞ്ഞാലാട്ടുന്നവരെയൊക്കെയാണോ കൂടെ കൊണ്ടു നടക്കുന്നത്? എടി കൂട്ടുകാരനെ പറയല്ലേ എന്റെ കേട്ടാ. എന്റെ പകുതിയാണത്. എന്റെ പകുതി മറുപകുതി. ഇല്ല അതൊക്കെ തമാശ പറയുന്നത്. അതൊക്കെ ഇപ്പൊ ലോറ എങ്ങനെയാണ്? ലോറയോ? ലോറപ്പി അനിയത്തിയല്ലേ? അതെനിക്ക് പിറക്കാതെ പോയ അനിയനാണ്. ഇതേ പറഞ്ഞ ഭോപ്പാലിനുണ്ടായവൻ. അപ്പൊ നിങ്ങളുടെ തന്ത ഭോപ്പാൽ? മറുപടി ഞാൻ പറയില്ല. ഞാൻ വല്ലതും പറയും. അധികം മാത്രം. അതെ ചന്ദ്ര മകന് ഭയങ്കര ഡിപ്രഷൻ. എന്താ ഡിപ്രഷൻ? എന്താ? കുട്ടീനെ കേക്കണം. ഞാന് ഇപ്പം ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ ഞാൻ കണ്ട്. എനിക്ക് ഭയങ്കര പാവം തോന്നി അവന്റെ അവസ്ഥയെ കേട്ടിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവനങ്ങ് ദത്തെടുത്ത്. ഞാൻ വിചാരിച്ചു അവനെ അങ്ങ് എടുക്കാം, ദത്തെടുക്കാം, അവന്റെ കാര്യം കൂടി നോക്കാം. ചന്ദ്ര അത് അവൻ പറഞ്ഞു ചന്ദ്ര എല്ലാരോടും. അവൻ മുതുക്കി വന്നിട്ട് മൈക്ക് വെച്ചിട്ട് പറഞ്ഞു 100 CR വാങ്ങിച്ചിട്ടാണ്. അല്ല 100 CR വാങ്ങിട്ട് ഒരുത്തരം മോനാക്കേണ്ട ഗതി കിടന്നു. ടിവിയിലെ ചന്ദ്രനില്ല. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ബന്ധം വേണ്ടല്ലേ നമുക്ക്. വേണ്ട മകൻ വേണ്ട നമുക്ക് അല്ലേ? അല്ലേ സൂര്യ? പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞേ? അവൻ മുതുക്കില് വെച്ച് നീകനോട് പറഞ്ഞില്ലേന്ന് ചോദിക്ക്. അവൻ നോ പറഞ്ഞു കഴിഞ്ഞ് അവൻ 100 CR എടുത്ത് അവൻ അച്ഛനെ. നീ ആൾക്കാരടുത്ത് പറഞ്ഞു നടക്കുന്നുണ്ടോ 100 കോടി തന്നാണ് നിന്നെ മോനാക്കിയെന്ന്? ഇല്ല, അവരിങ്ങോട്ട് ചോദിച്ചു. ആര് ചോദിച്ചു? നീ കള്ളം പറയല്ലേ, നീ 100 കോടി കൊടുത്തിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. ആര് ചോദിച്ചു? അവിടെ മുടുക്കി നിക്കണ കൊറേ പേര്. പിന്നെ നമ്മുടെ ഗ്യാങ് ഹൗസിലെ മാവും ഞാൻ അങ്ങനെ പറഞ്ഞു 100 കോടി കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അതിനെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? അതെന്റെ അച്ഛനല്ല പൈസ കൊടുക്കണേന്ന് ചോദിച്ചു. നിനക്കെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഞാൻ ചോദിച്ചു. മാമന്മാരും ഇപ്പൊ പൈസ ചോദിക്കണ്ട അച്ഛാ. അച്ഛന് കൊടുക്കണ്ട, മാമന്മാർക്ക് കണ്ടാ മതി. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് അവനെ ദത്തെടുത്തപ്പോഴത്തേക്ക് അവന്റെ സേവിങ്സ് ആയിട്ട് കുറച്ച് കാശുണ്ടായിരുന്നു. അത് എടാ എനിക്ക് കാശ് വേണ്ട. അവനെ ദത്തെടുത്തോണ്ട് അവന് എന്റെ അടുത്തൊരു അച്ഛൻ മകൻ ആവുമ്പോ അങ്ങനെ പകർന്നുകൊണ്ടാവൂടാ സൂര്യ. ഞാൻ നിന്നെ എന്ത് കണ്ടാണ് നിന്നെ ദത്തെടുത്തേ? ചന്ദ്ര അല്ല പുള്ള ചന്ദ്ര പുള്ളാണോ ചന്ദ്ര? കൊച്ചിനെ മനസ്സ് വിഷമിപ്പിക്കില്ലല്ലോ. പുള്ള മനസ്സല്ലേ? അല്ല ഓക്കെ സൂര്യ അല്ല ഞാനൊരു കാര്യം പറട്ടെ. എന്തോ ആയിക്കോട്ടെ അവനെ ഞാൻ ദത്തെടുത്ത്. അതെന്റെ ഇഷ്ടമല്ലേ ഒരാളെ ദത്തെടുക്കണം. ഞാൻ ചന്ദ്ര അവൻ അച്ഛനെന്ന് പറഞ്ഞ എന്തൊരു ഇഷ്ടം പറയാ കുട്ടി. ഈ ചന്ദ്ര ആളിയാ ഞാൻ
ആളുകാണ്. അളിയ ചന്ദ്ര വേണ്ട അളിയ, നമുക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഒരു അവന് വെയിറ്റ് ഞാനൊരു പട്ടമാണ് ഇപ്പൊ ഇവന്റെ കയ്യില് ഒരു പട്ടമാണ് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട്. അവൻ ഇട്ട് ആട്ടും, ഞാൻ ഇന്ന് നാടും. അല്ലല്ല, അതാണ് കുറച്ച് ദിവസമാണ് ഞാൻ. കൊച്ചുങ്ങൾക്ക് വേണ്ടി നമ്മൾ അളിയ നമ്മള് പിള്ളേരെ കൊണ്ടാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പിന്നല്ല ഉണ്ടാക്കാൻ പോവില്ലേ? നീ എടുത്തവനെ, നീ ഇതെടുക്ക് നല്ല കിടിലൻ. എനിക്കൊന്നും വേണ്ട. പള്ളിയിൽ മണിയടിക്കണ കപ്പിയരൊക്കെ ബാക്കിൽ നിന്ന് ഒളിഞ്ഞ് ചേക്കണ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് കേട്ടാ. അടിച്ച് കറക്ക ഞാൻ അങ്ങോട്ട് വന്ന പുല്ലിന്റെ ഇടയ്ക്ക് വന്ന്. നാണുണ്ടോ കപ്പിയാരെ? ഞാൻ പറഞ്ഞു വന്നത് വിറ്റ് നടക്കുന്നതൊക്കെയാണ് പള്ളിയിൽ വെച്ച ഇല്ല, അതൊക്കെ അപവാദമാണ്. കഞ്ചാവൊന്നുമില്ല. അപവാദോ അപരാധിയാണ് അവൻ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണ? ഞാൻ എത്രത്തോട്ട് എന്റെ ഇഷ്ടമല്ലേ ചന്ദ്ര വേദനിപ്പിക്കാൻ ഇല്ല. സൂര്യ ഒന്നുമില്ലടാ, ഒന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരും അങ്ങ് ഇതാക്കാം. എനിക്ക് രണ്ട് പിള്ളേരെ വേണ്ട. എനിക്ക് ഒരു കൊച്ചാരാ? ഒന്നേ നിനക്ക് അവനെ ചേട്ടനായിട്ട് കാണാൻ പറ്റില്ലേ? വെയിറ്റ് ഞാൻ സ്പീക്കർ ഇടാവേ. കുട്ടി എന്നെ കേട്ടോക്ക, അപ്പൊ അതിന്റെ സൗണ്ട് അപ്പൊ മനസ്സിലാവും. സൂര്യ നീ അഴാതറ. ഹലോ സംസാരിക്കില്ല. ഹലോ രാമേന്ദ്ര, എടാ കേക്കാവോ? നിങ്ങൾക്ക് കേക്കാവോ പറയണേ? ഇല്ല ഹലോ ഇപ്പൊ കേക്കാവോ? ഹലോ ആര് പറയുന്ന കേക്കാവുന്നു? ഇപ്പൊ കേക്കാവോ? എടാ നീ എവിടാ? ഞാനിപ്പം 5316. എടാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് ഒരു അച്ഛൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ മോനല്ലെന്ന് ഇതാക്കുവാണ്, നിന്നെ ഞാൻ വീണ്ടും നിന്നെ എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ലെന്ന് പറയുവാണ്, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഏതായാലും വല്ല ബിൽഡിങ്ങിന്റെ മണ്ടക്കൂന്ന് എടുത്ത് ചാടിച്ചാവും. അതെന്താ മോനെ അങ്ങനെ ചെയ്യുന്നേ? പിന്നെ അച്ഛനല്ലാതെ ജീവിക്കണ്ട. ഓക്കെ മോൻ വല്ല കഴിച്ചായിരുന്നോ? ഇല്ല. എന്താ കഴിക്കാത്ത മക്കളെ? അച്ഛൻ അപ്പ എന്റെ അടുത്ത് വിളിക്കുന്നു, അപ്പ ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ ശരി മോനെ, വിളിക്കാവേ. 2 ദിവസം കഴിയുമ്പോ ചാവും. ഓക്കെ അത് വിട്. അപ്പൊ ഒരു അല്ല അത് വിട്. ഞാൻ പറയട്ടെ, കണ്ട ഇതാണ് അവൻ. എന്ത് പാവല്ലേ. സൂര്യക്കാണ് ഞാൻ എന്താ ഹോൾസെയിൽ തന്തയാ ഈ സിറ്റിയിലെ. കണ്ടവർക്ക് എല്ലാവർക്കും 100 CR. നിന്റെ അടുത്ത് ആര് പറഞ്ഞു 100 CR മേടിച്ചെന്ന്? സൂര്യ അടുത്ത് ആരാ പറഞ്ഞു 100 CR മേടിച്ചെന്ന്? അവൻ ആരടുത്തും പറഞ്ഞില്ല. അവന്റെ അടുത്ത് ചോദിച്ചെടുത്ത് അവൻ പറഞ്ഞു. ഞാൻ കാര്യം പറ്റേ, അവൻ എന്റെ അടുത്ത് ചോദിച്ചു, അച്ഛ എന്റെ കയ്യില് ഞാൻ അവനെ മോനോട് ദത്തെടുത്തപ്പോ അവൻ പറഞ്ഞ് എന്റെ കയ്യിൽ 100 കോടി ഉണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഇത് എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ മറ്റേ പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന് നാളെ ഫ്യൂച്ചറിൽ ഒരു മുതൽക്കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പമ്പില്ലേ ഫ്യൂവൽസിൽ അല്ലല്ല ഫ്യൂവൽസില്ല, പല്ല് ചലച്ചത് സത്യം. ഓക്കെ അപ്പൊ ഞാൻ നമ്മുടെ TV ഫ്യൂവൽസ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച്, അത്ര ഞാൻ ചെയ്തുള്ളൂ. ചന്ദ്ര ഞാൻ പറയട്ടെ, ഇതിലൊരു തീരുമാനം എടുക്കണം. ഞാൻ പറയട്ടെ, സൂര്യയുടെ മനസ്സ് വേദനിപ്പിച്ച് ഞാൻ അളിയന്റെ ഇതിന് മാത്രം അളിയാ ചന്ദ്ര ഒന്നും തോന്നില്ല, ഇതിന് മാത്രം ഞാൻ കൂട്ടിയേക്കത്തില്ല. അളിയൻ വേണമെങ്കിൽ അവൻ എന്നെ അച്ഛാന്ന് വിളിച്ചോളം പറ, ആ 100 CR എനിക്ക് വന്നേക്ക്, ഞാൻ നോക്കിക്കോളാം അവന്റെ ഭാവിയും കാര്യങ്ങളെല്ലാം. വേണ്ട അവനൊരു അച്ഛനില്ല. ഫാമിലിനെ അഫക്ട് ചെയ്യും, അലിയനെ അഫക്ട് ചെയ്യും, സൂര്യനെ അഫക്ട് ചെയ്യും, അളിയനെ അഫക്ട് ചെയ്യും. ഇത് വേണ്ട, ഇത് ഞാൻ ഏറ്റെടുത്തോളാം. അളിയനെ 100 CR ആ പയ്യനെവിടെയാ, അവൻ എന്നെ വിളിച്ചോട്ടെ അച്ഛാന്ന്, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. എനിക്ക് പെണ്ണ് കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. സൂര്യ നീ എന്തിനാണ് ഇത്ര ടെൻഷൻ ആവണത്, ഇത്ര ജലസ് ആവുന്നത് എന്തിനാണ് സൂര്യ? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നീ എന്തിനാ ഇത്ര ജലസ് ആവുന്നല്ലേ? ഇല്ല സൂര്യ, അവൻ അച്ഛൻ പുള്ളേ അല്ലേ സൂര്യ? എല്ലാം നീ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാൻ, ഞാൻ പറയും പോലെ നീ ചെയ്യണം. കണ്ട പെമ്പിള്ളേരുടെ അടുത്ത്, സിറ്റിയിലുള്ള എല്ലാ പെമ്പിള്ളേരുടെ അടുത്ത് പോയി കോഴിത്തരാൻ കാണിച്ച് ഈ മറ്റേ കണ്ടവന്മാർക്ക് പെണ്ണ് സെറ്റായി എന്നാ സമ്മതം പട്ടി നായിന്റെ മോനെ. നീ എല്ലാം തോന്നിച്ച കാണിക്കാൻ ഞാൻ ഒന്ന് കാണിച്ചു വിടലടാ പന്നെ പരനാറി തെണ്ടി. അതൊക്കെ ഈ പ്രായത്തില് നമ്മളും ഏത് പ്രായത്തില് 12 വയസ്സുള്ള ചെറുക്കൻ കാണിക്കുന്ന സ്വഭാവമാണ് ഇതൊക്കെ. കുട്ടി അത് അവരെ തെറ്റ് പറ്റിയല്ലേ, നമുക്ക് അത് തിരുത്താൻ ടൈം കൊടുക്കാം. അവന് വളർന്നു വരുന്നില്ലല്ലോ.
നീ അങ്ങ് എന്റെ തലക്കേറില്ല എന്റെ തലക്കേറില്ല നീ അങ്ങ് എന്നെ അവൻ കണ്ടുപിടിക്കുന്നവന്റെ അച്ഛനെയാണ് കുട്ടിയെ ഫസ്റ്റ് ഓഫ് ഓൾ. ആര് ചിലപ്പോ ശരിയായിരിക്കും. അല്ലല്ല ഞാൻ ചെയ്തില്ല. എനിക്ക് ആണോ നീ സംസാരിച്ചോ? പക്ഷെ ഞാൻ സംസാരിക്കും അത്രേ ഉള്ളൂ. നിനക്ക് ഞാൻ ആരുടെ സംസാരിച്ച ഉടനെ ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ഓൾറെഡി ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. ഞാൻ ഇനി തമ്മിൽ സംസാരിച്ച് ബ്രേക്കപ്പ് ആയി. എന്നാലും ഈ തെണ്ടി ഉണ്ടല്ലോ, ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് സംസാരിച്ച് അപ്പൊ ഓടി എന്നിട്ട് പറയും എന്റെ അമ്മ എന്റെ അച്ഛൻ പന്ന. ഓ അതാണല്ലേ ശരി, കാര്യം. അത് എന്നോട് അവന് പറഞ്ഞിരുന്നു. അത് അവനെ അറിയാത്തോണ്ടല്ലേ, അവൻ പിഞ്ച് മനസ്സല്ലേ, അവനെ അറിയത്തില്ല. അത് പറഞ്ഞു കൊടുത്ത സൂര്യ, ഇനി അപ്പ ആരെങ്കിലും സംസാരിക്കുവാണെങ്കിൽ വരല്ലേ, അപ്പ എന്ന് പറഞ്ഞ വരല്ലേ. അത് അപ്പൊക്കെ ഒരു ഇതാണ്, ഇതൊക്കെയാണ് എന്നെ കൂടെ നിന്ന് എന്നെ മൂഞ്ചിക്കുക, എന്നെ കൂടെ അവനെ പറഞ്ഞു സൂര്യ പറഞ്ഞു എന്തോ പറഞ്ഞ തെറ്റിപ്പോയതാണ്, അവന് നാക്കെന്തോ വഴങ്ങിയത് അളിയാ. അപ്പൊ ഇനി വരല്ലേ സൂര്യ, കേട്ടല്ലോ? ഇല്ല അളിയ, ഇനി വരത്തില്ല. ഇനിയിപ്പോ നമുക്ക് എന്തിനാ അളിയാ കൊച്ചു, ഇവന്റെ പിഞ്ച് കുഞ്ഞല്ലേ അളിയാ. അത് ഞാൻ സമയമാകുമ്പോ ദത്തെടുത്തോളാം. അല്ല, എത്രയും ബെറ്റർ നമുക്ക് സ്വന്തം ജോലിയിൽ കൊച്ചുണ്ടാകുന്ന അല്ലേ ചന്ദ്ര? അല്ല കുട്ടി, ഞാൻ പറഞ്ഞതാ. പെൺകൊച്ചിനെ മൂത്തേക്കിട്ട് അനാവശ്യം അല്ല ചന്ദ്ര, അതാ, ഞാൻ പറഞ്ഞതാ. സ്വന്തം ചോരയാകുമ്പോഴത്തേക്കും ഇത് ഇല്ലേ സൂര്യ? അല്ല കുട്ടിക്ക് അങ്ങനെ ആരും ഇഷ്ടമല്ലല്ലോ സിറ്റിയില്, സിംഗിളാ. സിംഗിൾ അല്ലേ? അങ്ങനെ ആരുടെ അങ്ങനെ മിങ്കിളാവാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നല്ല കാര്യം. അങ്ങനെ എന്തിനാ വെറുതെ? എന്തായിരുന്നു വെറുതെ എന്ന് പറഞ്ഞ? അല്ല വെറുതെ എന്തിനാ ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്. പ്രശ്നങ്ങള് പിന്നെ മറ്റേ തുമ്മിയാലും എല്ലാ ഉപ്പമാരെല്ലാം വിളിച്ച് പറയേണ്ടി വരും. അത് ഒരു റിലേഷൻ പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ ഓൾറെഡി. അങ്ങോട്ടും പക്ഷെ എനിക്ക് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഉമ്മ കാണണം. അതാണ് എന്റെ ആഗ്രഹം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഉണ്ണാകന്തിനാണോ എന്തോന്ന്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു വുമൺ ആവണം. വുമൺ ഉണ്ടാക്കണല്ല. അല്ലെ, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ ആവാൻ നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ പോലെ ഇരിക്കത്തില്ലേ? ആ ചെറുക്കൻ എന്തിനാ വീഡിയോ എടുത്തേ? അല്ല അത് പോട്ടെ, ഞാൻ പറയണ ഉത്തരം പറ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ ആവാൻ നമ്മള് റിലേഷൻ ഇരുന്നാലും നമുക്ക് ഇൻഡിപെൻഡന്റ് വുമൺ ആയിക്കൂടാ? പക്ഷേ നമ്മളെ ചൂസ് ചെയ്യണ ആളെ പോലെ ഇരിക്കത്തില്ലേ നമ്മുടെ ആ ഒരു ഫ്രീഡം നമ്മളെ ചൂസ് ചെയ്യണ? അതത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു ആളിനെ തേടിക്കൊണ്ടിരിക്കുക സിറ്റിയില്. അങ്ങനെ നല്ല ആളെ കിട്ടട്ടെ എന്തായാലും. ഒരു മോഡേൺ ഫാമിലി ആയിട്ടുള്ള ഒരാൾ. ഈ മോഡേൺ ഫാമിലി എന്ന് പറയുന്നത് അല്ല, മീൻസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ആരെങ്കിലും കണ്ടായിരുന്നോ അവിടേക്ക്? ഇങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. കാണും. എല്ലാം കഴിവേറികളായിപ്പോ എന്ത് ചെയ്യാന്. അതെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ കുട്ടി മീറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇതുവരെ എന്നെ കണ്ടില്ലെന്നല്ലേ? നമ്മളെ ചന്ദ്രനെ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ നമ്പർ 1 കഴിവേറിയാണെന്ന്. കടന്ന് എന്തായാലും മനസ്സിനെ പടപടാതെ ഇരിക്കുന്നു. ഏ? അല്ല വെയിലായോണ്ടായിരിക്കും. അതെ കുറച്ച് വെയില് കൊട പിടിച്ചോ. ലോറയുടെ അപ്പൊ നിങ്ങളുടെ ശരിക്കും ഒരച്ഛന്റെ മക്കളാണ്? അല്ല ജസ്റ്റ് ഒരു ഫാമിലി സിറ്റിയിൽ വന്നപ്പോ ജസ്റ്റ് അവരുടെ ഒരു ഫാമിലിയില് കേറി. അതേ എന്നാ വന്നേ? ഞാൻ 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. എത്ര പ്രപ്പോസൽസ് വന്നു? അതായത് സൗന്ദര്യം വെച്ച് കൂടിപ്പോയിട്ട്. കുട്ടി, ഞാൻ ആക്ച്വലി പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ അങ്ങനെ അനാവശ്യം സംസാരിക്കാറും കൈവെക്കാറൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നില്ല ചന്ദ്ര. പറഞ്ഞ എത്ര പ്രപ്പോസൽസ് വന്നു കുട്ടി? അല്ല ഞാൻ അതൊന്നും അങ്ങനെ കണക്ക് കൂട്ടി വെക്കാറൊന്നുമില്ല. നമുക്ക് എനിക്കൊക്കെ എത്താൻ എന്തോരം വരുന്നു ഒരു ദിവസം. വന്നിട്ടില്ലെന്നല്ല, ഞാൻ കണക്ക് കൂട്ടി ഞാൻ എഴുതി ഒന്നും വെച്ചിട്ടില്ല എത്ര എണ്ണം വന്നത്. മനസ്സിലായ? എന്റെ സൂര്യമോനവിടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്പർ എന്തിരുന്നെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. പിന്നെന്ത് നമ്പർ കേട്ടെ? നമ്പർ ചേഞ്ച് ചെയ്യണം എല്ലാവരും. ഓക്കെ ഞാൻ കൊടുക്കാം. കുട്ടി നമ്പർ ആണോ എന്റെ? വേണ്ട, നിന്റെ നമ്പർ വേണ്ട. അനാവശ്യമുള്ള കോഴികളെ വെച്ചേക്കല്ലേ. ഓക്കെ
ശരി അപ്പൊ കാണാം. പോലെ Bye bye. പോലെ 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 നമുക്ക് കുറച്ചു നേരം നമുക്ക് കാറ്റെ കൊണ്ടിരിക്കും നല്ല കാറ്റുണ്ട് ഇവിടെ ഞാൻ അങ്ങോട്ടാക്കാം വലിയ കുട്ടിയോ ഞാൻ